السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونصلي ونسلم على رسوله الكريم، أما بعد. أهلا وسهلا ومرحبا بكم جميعا. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസ വിഭാഗം വഴി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളുടെ 6ാം സെമസ്റ്ററിലെ ബി അറബിക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി ക്രിറ്റിസിസം എന്ന കിതാബാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ആരംഭിക്കുന്നത്. മുഹ്തവിയാത്ത്, ഇതിലെന്തൊക്കെയാണ് നമ്മൾ പഠിക്കുക എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം അറബി ഭാഷയെക്കുറിച്ചാണ്, പിന്നീട് അറബി ഭാഷയുടെ സാഹിത്യവും അതിൻ്റെ നിരൂപണവുമൊക്കെയാണ്. പിന്നെ അറബികളുടെ അടുക്കൽ അന്നഖ്ദുൽ അദബി, സാഹിത്യപരമായ നിരൂപണത്തിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ, അതുപോലെ നഖ്ദിലുള്ള ആധുനികമായ സാഹിത്യ സംഘടനകൾ, അവയുടെയൊക്കെ തഅ്സീർ എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അൽ വഹ്ദത്തുൽ ഊല, ഒന്നാമത്തെ യൂണിറ്റ് അല്ലുഗത്തുൽ അറബിയ, അറബി ഭാഷയെക്കുറിച്ചാണ്. അല്ലുഗ, ഭാഷ എന്ന് പറഞ്ഞാൽ ഹിയ, അത് ഇബാറത്തുൻ അൻ നസ്ഖിൻ മിനർ റുമൂസി വൽ ഇഷാറാത്ത്, ഭാഷ എന്ന് പറയുന്നത് ചില അടയാളങ്ങളും ചിഹ്നങ്ങളുമൊക്കെയാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ സ്പീഡ് വായിച്ചു പോവാണ്. ഐ നിവാമുൻ, അതൊരു ഘടനയാണ്. യുഹഖിഖു, അത് യാഥാർത്ഥ്യമാക്കുന്നു. വളായിഫ മഅരിഫിയ വ വളായിഫ തവാസുലിയ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിലുള്ള പരസ്പരമുള്ള ആശയവിനിമയത്തിൻ്റെ സാധ്യതകളെ യാഥാർത്ഥ്യമാക്കുന്നു. ഖമാ, ഒന്നുപോലെ തന്നെ തുഅ്തബറു, പരിഗണിക്കപ്പെടുന്നത് പോലെ, അദാത്തും മിനൽ അദവാത്ത്, ഭാഷ എന്ന് പറയുന്നത് ഒരു ടൂളാണ്. അല്ലത്തി യുഅബ്ബിറു ബിഹൽ ഇൻസാനു, അല്ലത്തി എങ്ങനെയുള്ളതാണ്? യുഅബ്ബിറു ബിഹ, അതുകൊണ്ട് അറിയിക്കുന്നു. അൽ ഇൻസാനു, മനുഷ്യൻ, അനിൽ മശാഇരി വൽ അഹാസീസ്, അവൻ്റെ വിചാരങ്ങളെ അവൻ പ്രതിഫലിപ്പിക്കുന്ന ഒരു ടൂളാണ് ഭാഷ എന്ന് നമുക്ക് പറയാം. വഅയ്ദൻ, അതുപോലെ തന്നെ തുഅ്തബറു, അത് പരിഗണിക്കപ്പെടുന്നു. വസീലത്തൻ, ഒരു മാർഗമായിട്ട്. തക്സിബുൽ ഇൻസാനു, മനുഷ്യൻ ആ മാർഗത്തിലൂടെ സമ്പാദിക്കുന്നു. അൽ മഅരിഫ, അറിവിനെ. അപ്പോൾ അറിവ് സ്വായത്തമാക്കാനും മനുഷ്യൻ തൻ്റെ വിചാരങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവെക്കാനും, അതുപോലെ തന്നെ മനുഷ്യരുടെ ആശയങ്ങൾ പരസ്പരം കൈമാറുന്നതിനുമൊക്കെയുള്ള, അതാണ് നമ്മൾ ഭാഷ എന്ന് പറയുന്നത്. വതഹ്ഫളുഹ അബ്റൽ അജിയാൽ, കാലങ്ങളോളം മനുഷ്യൻ ആ അറിവിനെ സൂക്ഷിക്കുന്നത് അത് ഭാഷയിലൂടെയാണ്. വതുഅദ്ദുൽ ലുഗതു, ഭാഷ എണ്ണപ്പെടുന്നു. മിൻ അഹമ്മി വസായിലിൽ ഇത്തിസാലി വത്തഫാഹുമി ബൈനൽ ബശരി ഫിൽ മുജ്തമഇൽ വാഹിദ്, ഒരു സമൂഹത്തിൽ ആളുകളുടെ ഇടയിൽ പരസ്പരം മനസ്സിലാക്കുന്നതിനും ആശയവിനിമയത്തിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായിട്ട്. ഫി കാഫത്തി മജാലാത്തിൽ ഹയാത്ത്, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഭാഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയവിനിമയത്തിൻ്റെ ഉപാധി. വഅക്സറുൽ ലുഗാത്തി ഇന്തിഷാറൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് അല്ലുഗത്തുൽ അറബിയ വല്ലുഗത്തുൽ സീനിയ, ചൈനീസ്, വല്ലുഗത്തുൽ ഫറൻസിയ, ഫ്രഞ്ച്, വല്ലുഗത്തുൽ ഇൻജിലീസിയ, ഇംഗ്ലീഷ്, വല്ലുഗത്തുൽ ഹിന്ദിയ, ഹിന്ദി ഭാഷ, അൽ ബുർത്തുഗാലിയ, പോർച്ചുഗീസ്, റൂസിയ, റഷ്യൻ, അൽ ഇസ്ബാനിയ, എസ്പനോൾ, സ്പാനിഷ്, അല്ലുഗത്തുൽ മാലീസിയ, മലേസിയ, അതാണ് മലേഷ്യ ആയിരിക്കും അല്ലേ. അല്ലുഗത്തുൽ ബംഗാലിയ, ബംഗാൾ, ഇതിലെല്ലാം ഉണ്ടല്ലോ. അല്ലുഗത്തുൽ ഇന്തോനേഷ്യ, ഇന്തോനേഷ്യ. ഓക്കെ, 6 ഭാഷകളാണ് ഏറ്റവും യുഎനിൽ അംഗീകരിക്കപ്പെട്ട ഭാഷകൾ 6ആണ് അല്ലേ. ഓക്കെ, ഖസാഇസുൽ ലുഗ, ഭാഷയുടെ പ്രത്യേകതകൾ എന്താണ്? നമുക്ക് പോയിൻ്റായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം. ലില്ലുഗത്തി ഇദ്ദത്തു ഖസായിസ്, ഭാഷയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ് അല്ലുഗത്തു നിളാം, ഭാഷ എന്ന് പറയുന്നത് ഒരു ഘടനയാണ് അല്ലേ, പ്രത്യേകമായ ഒരു ഘടന. വെറുതെ എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചത് കൊണ്ടത് ഭാഷയാകൂല. ഹൈസു, ഇത്തരത്തിൽ ഇന്ന കുല്ല ലുഗത്തിൻ ഫിൽ ആലം, ലോകത്തിലുള്ള എല്ലാ ഭാഷയും ലഹാ നിളാമുൻ മുഹദ്ദദുൻ, അതിന് കൃത്യമായ ഒരു ഘടനയുണ്ട്. ഫി തർത്തീബി ഹുറൂഫിഹ വ കലിമാതിഹ, അതിൻ്റെ അക്ഷരങ്ങളായാലും വാക്കുകളായാലും അതിനെയൊക്കെ
ക്രമപ്പെടുത്തുന്നതിൽ വലഹ ഇസ്തിഖ്ലാലുഹ വ മുമയ്യസാതുഹ അനിൽ ലുഗത്തിൽ ഉഖ്റ മറ്റൊരു ഭാഷയിൽ നിന്ന് അതിനെ വ്യത്യസ്തപ്പെടുത്തുന്ന പ്രത്യേകതകളും അതിൻ്റെ സ്വന്തമായ ഒരു സ്വതന്ത്രമായൊരു നിലനിൽപ്പൊക്കെ എല്ലാ ഭാഷക്കുമുണ്ട്. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? അല്ലുഗത്തു ഇത്തിസാലുൻ ഭാഷ എന്ന് പറയുന്നത് ഒരു കണക്ഷനാണ്, കണക്ടിവിറ്റിയാണ്. അന്നഹ തൻഖുലു മുഹ്തവ റിസാല അത് ഒരു മെസ്സേജിൻ്റെ ഒരു സന്ദേശത്തിൻ്റെ ആകെയുള്ള അകക്കാമ്പിനെ സത്തിനെ നമുക്ക് എന്ത് ചെയ്യുന്നു? അത് എത്തിച്ചു തരുന്നു. ഖാസിയത്തു സൗത്ത് പ്രത്യേകമായ ഒരു ശബ്ദമാണ് ഭാഷക്കുള്ളത് അല്ലേ. വഹാദിഹിൽ ഖാസിയത്തു മിൻ അസാസിയാത്തിൽ ലുഗാത്ത് ഒരു ഭാഷയുടെ അടിസ്ഥാനപരമായ പ്രത്യേകതകളിൽ പെട്ടതാണ്. ബിഹൈസു ഇന്നൽ വസീലത്തുൽ ഊല ലിതഅറുഫി അലാ മദ്ലൂലാത്തിൽ ലുഗത്തി വഫഹ്മിഹ ഹുവ നുത്ഖുഹ മിൻ ജഹാസിൻ നുത്ഖ് എങ്ങനെയാണോ ഒരു ഭാഷ പറയേണ്ടത് അതുപോലെ അതിൻ്റെ ചിഹ്നങ്ങളും അതിൻ്റെ അടയാളങ്ങളും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടൊരു ഭാഷ പറയുമ്പോഴാണ് അതിന് പ്രത്യേകമായ ഒരു ശബ്ദം നമ്മൾ പുറപ്പെടുവിക്കും അല്ലേ. അതൊരു ഭാഷയുടെ പ്രത്യേകതയാണ്. പിന്നെ അടുത്തത് അല്ലുഗത്തു റുമൂസുൻ ഭാഷ എന്ന് പറയുന്നത് ചിഹ്നങ്ങളാണ് അല്ലെങ്കിൽ അടയാളങ്ങളാണ്. ഐ ഇഷാറത്തുൻ ബിഹൈസു തുഅബ്ബിറുൽ ലുഗത്തു അൻ ഷൈഇൻ ഭാഷ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യും? നമുക്ക് പറഞ്ഞു തരും. ലഹു ദലാലത്തുൻ യദുല്ലു അലാ ഷൈഇൻ മുജറദിൻ ഔ ഷൈഇൻ മഹ്സൂസിൻ നമുക്ക് കാണാൻ പറ്റുന്നതോ പറ്റാത്തതോ ആയ വസ്തുക്കളെ കുറിച്ചൊക്കെ ഭാഷ നമുക്ക് പറഞ്ഞു തരും അല്ലേ. ഫാൻ ഫ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ കൂടി ചേർന്നിട്ട് നമ്മളൊരു ശബ്ദം പുറപ്പെടുവിക്കുമ്പം അത് നമ്മൾ ഒരു വസ്തുവിനെ അതിലൂടെ മനസ്സിലാക്കുകയാണ് അല്ലേ. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യന്മാരും ഉച്ചരിക്കുന്ന രണ്ട് വാക്കുകൾ അത് മലയാളത്തിൽ ചേർത്ത് വെച്ചാൽ വേറെ അർത്ഥം, അറബിയിൽ ചേർത്ത് വെച്ചാൽ വേറെ അർത്ഥം, ഇംഗ്ലീഷിലാണെങ്കിൽ വേറെ, അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാഷ എന്ന് പറയുന്നത് അത്തരത്തിലൊരു അത്ഭുതമാണ്. അടുത്ത പോയിന്റ് എന്താണ്? അല്ലുഗത്തു അറഫിയ്യത്തുൻ ഫൽഅലാഖത്തു ബൈനൽ ലഫ്ളി വമാ യുശാറു ലഹു മിൻ ഹിയ അലാഖത്തുൻ അറഫിയ്യത്തുൻ വലൈസത് അലാഖത്തുൻ തബീഇയ്യ ഭാഷ എന്ന് പറയുന്നത് മനസ്സിലാക്കപ്പെടാൻ പറ്റുന്ന കാര്യമാണ്. ആ പോയിന്റ് ശരിക്കും മനസ്സിലായിട്ടില്ല. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അല്ലുഗത്തു മുതഗയ്യിറത്തുൻ ഭാഷ എന്ന് പറയുന്നത് തഗയ്യിർ അതിൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അഥവാ അന്നഹ ളാഹിറത്തുൻ ഇജ്തിമാഇയ്യത്തുൻ വതത്തസിമു ളാഹിറത്തുൽ ഇജ്തിമാഇയ്യത്തു ബിഅന്നഹ ലൈസത് സാബിതതൻ യഹ്ദുസു ഫീഹ അത്തഗയ്യുറു ബിസ്തിംറാർ. ഓക്കെ, ഭാഷ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണെന്നൊന്നും ജസ്റ്റ് നോക്കി വെക്കുക. അടുത്തത് അറബി ഭാഷയെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുകയാണ്. അല്ലുഗത്തുൽ അറബിയ ഔ ലുഗത്തുൽ ദ്വാദ് അറബി ഭാഷയ്ക്ക് ലുഗത്തുൽ അറബിയ എന്ന് പറയുന്നത് പോലെ ലുഗത്തുൽ ദ്വാദ് എന്നൊരു പേര് കൂടിയുണ്ട്. എന്തുകൊണ്ടാണത്? അറബിയുടെ ഒരു പ്രത്യേകതയാണ്, അറബി ഭാഷയിൽ മാത്രമാണ് ആ അക്ഷരം ഉച്ചരിക്കപ്പെടുന്നത്. ദ്വാദ് എന്നുള്ള അക്ഷരം അതിൻ്റെ മഖ്റജ് എന്ന് നമ്മൾ കൃത്യമായിട്ട് ഉച്ചരിക്കുകയാണെങ്കിൽ അതുപോലെയുള്ളൊരക്ഷരം ലോകത്തിലെ വേറെ ഏത് ഭാഷയിലും ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് അറബി ഭാഷയ്ക്ക് ലുഗത്തു ദ്വാദ് എന്നൊരു പേര് കൂടിയുണ്ട്. ഹിയ ആ ഭാഷ വാഹിദത്തുൻ ഒന്നാണ്, മിൻ അക്സരിൽ ലുഗാത്ത് ഇന്തിഷാറൻ ضمن مجموعة اللغات السامية സെമിറ്റിക് ഭാഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയ ഭാഷകളിൽ ഒന്നാണ് അറബി. ഫി ദുവലിൽ വത്തനിൽ അറബി അറബി കൺട്രികളിൽ അറബി രാജ്യങ്ങളിൽ ഇദാഫത്തൻ അതോടൊപ്പം ലിൽ അദീദി മിനൽ മനാത്തിഖിൽ ഉഖ്റ മറ്റും ഒരുപാട് ദേശങ്ങളിൽ അറബി പറയപ്പെടുന്നുണ്ട്. മിസ്ല തുർക്കിയ വലഹ്വാസ് വമാലി വചാഡ് ചാഡ് എന്ന് പറയുന്ന ആഫ്രിക്ക രാജ്യം, വസ്സനഗാൽ വ ഇത്യോപ്യ വ എരിത്രിയ വ ഇറാൻ വ ജനൂബ അസ്സൂദാൻ ഇതൊക്കെ അറബ് പറയുന്ന രാഷ്ട്രങ്ങളാണ്. ഒരുപാട് ആഫ്രിക്കൻ കൺട്രീസിൽ അറബി പറയുന്നുണ്ട്. اللغة العربية تعتبر لغة مقدسة على اعتبار أنها لغة القرآن. اللغة العربية അറബി ഭാഷ تعتبر പരിഗണിക്കപ്പെടുന്നു لغة مقدسة പരിശുദ്ധമാക്കപ്പെട്ട ഒരു ഭാഷയായിട്ട്, على اعتبار പരിഗണിച്ചുകൊണ്ട് أنها لغة القرآن അത് ഖുർആനിൻ്റെ ഭാഷയാണെന്ന് പരിഗണിച്ചുകൊണ്ട് അറബി ഒരു പവിത്രമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ഭാഷയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്.
ഹൈസു ലാ തത്തിമു, അത്തരത്തിൽ ലാ തത്തിമു സ്വലാത്തു, നമസ്കാരം പൂർണ്ണമാവുകയില്ല, വൽ ഇബാദാത്തുൽ ഉഖ്റ, മറ്റുള്ള അമലുകളും മറ്റുള്ള ആരാധനകളും പൂർണ്ണമാവുകയില്ല, ഫിദ്ദീനിൽ ഇസ്ലാമിൽ ഇല്ലാ ബിഇത്ഖാനിൽ ലുഗത്തിൽ അറബി, അറബി ഭാഷ നന്നാക്കൽ കൊണ്ടല്ലാതെ. കാനൽ ഇന്തിശാരിദ്ദീനിൽ ഇസ്ലാമി, ഇസ്ലാമിൻ്റെ വ്യാപനത്തിനുണ്ടായിരുന്നു തഅ്സീറുൻ മുബാശിറുൻ, നേരിട്ടുള്ള അസ്റു എന്ന് പറഞ്ഞ സ്വാധീനം, നേരിട്ടുള്ള സ്വാധീനം ഉണ്ടായിരുന്നു. വഗൈറു മുബാശിർ, അല്ലാതെയും, ഫി റഫ്ഇ ശഅ്നി വ മകാനത്തിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയുടെ ഉയർച്ചയിൽ നേരിട്ടും അല്ലാതെയുമുള്ള പങ്ക് ഇസ്ലാമിൻ്റെ വ്യാപനത്തിനുണ്ട്. ഹൈസു, എത്തരത്തിൽ, അസ്ബഹത്ത് ലുഗത്തൽ ഇൽമി, അതായിത്തീർന്നു ലുഗത്തൽ ഇൽമി, അറിവിൻ്റെ ഭാഷയായിത്തീർന്നു. ഒരുപാട് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലുമൊക്കെ എല്ലാ വിഷയങ്ങളും അറബിയിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. വൽ അദബി, സാഹിത്യത്തിൻ്റെ ഭാഷയാണ്. വസിയാസത്തി, രാഷ്ട്രീയത്തിൻ്റെ ഭാഷയാണ്. ലി അസ്മിനത്തുൻ ത്വീല, ഒരുപാട് കാലത്തിൽ. ഫിദ്ദിയാരില്ലത്തി ഹകമഹൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ ഭരിച്ചിരുന്ന നാടുകളിലെല്ലാം തന്നെ ഒരുപാട് കാലത്തോളം രാഷ്ട്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും മറ്റുള്ള വിജ്ഞാനങ്ങളുടെയും ഭാഷ അറബിയായിരുന്നു. ബിൽ ഇദാഫത്തി ലിഹാദ, ഇതോട് നമ്മൾ കൂട്ടിച്ചേർത്ത് പറയുന്നത്, ഫഖദ് കാന ലിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷക്കുണ്ടായിരുന്നു തഅ്സീറുൻ കബീറുൻ, വളരെ വലിയ സ്വാധീനം, അല അദദിൻ മിനൽ ലുഗാത്തിൽ ഉഖ്റ, മറ്റുള്ള പല ഭാഷകളുടെയും മേൽ, അലം തിദാദിൽ ആലമിൽ ഇസ്ലാമി, ഇസ്ലാമിക ലോകത്തിൻ്റെ വ്യാപന സമയത്ത്, കൽ ഫാരിസിയ, പേർഷ്യൻ ഭാഷയുടെ മേൽ, വ തുർക്കിയ വൽ കുർദിയ വൽ അമാസിഗിയ വൽ മാലിസിയ വൽ ഉർദവിയ വൽ അൽബാനിയ വൽ ഇന്തോനേസിയ വ ബഅദ് മിൻ ലുഗാത്തി ജുനൂബി ഇഫ്രീഖ, ആഫ്രിക്കയുടെ തെക്കേ ആഫ്രിക്കയുടെ ചില ഭാഷകളുടെ മേലിലും, കസ്സവാഹിലിയ, സ്വാഹിലി ഭാഷ, വൽ ഹാവിസ വൽ അംഹരിയ വത്തജരിയ വസ്സോമാലിയ, ഇദാഫത്തൻ ലി ബഅദിൽ ലുഗാത്തിൽ ഉറുബിയ, ചില യൂറോപ്യൻ ഭാഷകളുടെ മേലും അറബിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഇന്നും ഈ ഭാഷകളൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ പല അറബി വാക്കുകളും നമുക്ക് കാണാൻ കഴിയും. നമ്മളെ മലയാളത്തിൽ തന്നെ ഉണ്ടല്ലേ ഒരുപാട്, നമ്മളതിന് ഏറ്റവും എപ്പോഴും ഉദാഹരണം പറയുന്ന ഒന്നാണ് വക്കീൽ എന്നൊക്കെയുള്ള പദം. അതുപോലെ ഒരുപാട് പദങ്ങളുണ്ട്. വഖാസത്തൻ അൽ ബുർത്തുഗാലിയ, പോർച്ചുഗീസ്, വൽ ഇസ്ബാനിയ, എസ്പനോൾ, സ്പാനിഷ്, വസ്സഖലിയ വൽ മാലത്തിയ, ഇറ്റലി ആയിരിക്കും. വയത്തിമു തദ്രീസുഹ ബിശക്ലിൻ റസ്മിയൻ, വയത്തിമു തദ്രീസുഹ, അതിന് പഠിപ്പിക്കപ്പെടുന്നു, ബിശക്ലിൻ റസ്മിയൻ, ഔദ്യോഗികമായ രീതിയിൽ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ, ഔ ഇഖ്തിയാരിയൻ, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെ, ഫി അദദിൻ മിന ദുവലിൽ ഇഫ്രീഖിയ വൽ ഇസ്ലാമിയ, ഒരുപാട് ആഫ്രിക്കൻ കൺട്രീസിലും ഇസ്ലാമിക് കൺട്രീസിലും ഒന്നല്ലെങ്കിൽ സ്വതന്ത്രമായി അല്ലെങ്കിൽ ഔദ്യോഗികമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഹുനാക അദീദു മിനൽ ആറാഇ വർ റിവായാത്ത്, അവിടെ ഒരുപാട് അഭിപ്രായങ്ങളും അതുപോലെ തന്നെ റിവായത്തുകളുമുണ്ട്. ഹൗല അസ്ലിൽ അറബിയ, അറബി ഭാഷയുടെ അടിസ്ഥാനത്തെ സംബന്ധിച്ച്. ഫയദ്ഹബുൽ ബഅദു, ചിലർ പോകുന്നു, ഇലാ ഖൗലി, ഇങ്ങനെയുള്ള ഒരു വാദത്തിലേക്ക്, ഇന്നൽ അറബിയ, തീർച്ചയായും അറബി ഭാഷ, കാനത്ത് ലുഗത ആദം അലൈഹിസ്സലാം, അത് ആദം അലൈഹിസ്സലാമിൻ്റെ ഭാഷയായിരുന്നു, അതായത് പണ്ട് മുതലേ അതുണ്ട്. മുസ്തദില്ലീന, അവർ തെളിവ് പിടിക്കുന്നത്, ബിഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ ഈ വാക്ക് കൊണ്ടാണ്. ഫി കിതാബിഹിൽ കരീം, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ എല്ലാ ഇസ്മുകളും പഠിപ്പിച്ചു. ഫഖദ് ഫസ്സറൽ ഉലമാഉ ഹാദിഹിൽ ആയ, പണ്ഡിതന്മാരെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറിൽ പറയുന്നുണ്ട്, അന്നല്ലാഹു തആല, തീർച്ചയായും അള്ളാഹു ഖദ് അല്ലമ, അള്ളാഹു പഠിപ്പിച്ചു, സയ്യിദന ആദം അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചു, അസ്മാഅ കുല്ലി ഷൈ, എല്ലാ വാക്കുകളെയും അള്ളാഹു പഠിപ്പിച്ചു, വബികുല്ലി ലുഗാത്ത്, എല്ലാ ഭാഷകളിലും പഠിപ്പിച്ചു, ബിമാ, ഏത്, ഫിഹൽ ലുഗത്തുൽ അറബിയ, അത് അതിൽപ്പെട്ടതാണല്ലോ അറബി ഭാഷയും. അപ്പോൾ അറബി ഭാഷയും അള്ളാഹു ആദം നബിയെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ചില മുഫസ്സിറുകൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. വഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാനത്തുൽ അറബിയ, അറബി ഭാഷയായിരുന്നു, ലുഗത്ത് ആദം അലൈഹിസ്സലാമിൻ്റെ ഭാഷയായിരുന്നു, ഫിൽ ജന്ന, സ്വർഗത്തിൽ. ഫലമ്മ അകല മിന ഷജറ, അദ്ദേഹം അള്ളാഹു വിലക്കിയ ആ മരത്തിൽ നിന്ന് ഇബ്ലീസിൻ്റെ പ്രേരണ പ്രകാരം പഴം കഴിച്ചപ്പോൾ, സലബഹുല്ലാഹു മിൻഹു, അള്ളാഹു അദ്ദേഹത്തിൽ നിന്നും അറബി സംസാരിക്കുന്ന കഴിവ്
മാറ്റുകയുണ്ടായി. ഫതകല്ലമ ബിസ്സുറിയാനിയ, അങ്ങനെ അദ്ദേഹം പിന്നീട് സംസാരിച്ചിരുന്നത് സുറിയാനി ഭാഷയിലായിരുന്നു. ഫലമ്മാ താബ റദ്ദഹല്ലാഹു തആല അലൈഹി, പിന്നീട് അദ്ദേഹം തൗബ ചെയ്തപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് അറബി ഭാഷ സംസാരിക്കാൻ വീണ്ടും കഴിവ് കൊടുക്കുകയുണ്ടായി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അത് എപ്പോഴാണ് ഏത് കിതാബിലാണ് എന്ന് അഡ്രസ്സൊന്നും കാണുന്നില്ല. അല്ലാഹു അഅലമു ബിസ്സവാബ്. അള്ളാഹുവിനറിയാം ഇതൊക്കെ സത്യമാണോ. വഖാല അബ്ദുൽ മലിക് ബിൻ ഹബീബ് എന്ന് പറയുന്ന ആള് പറയുകയാണ്, കാനൽ ലിസാനുൽ ഔവൽ, ഒന്നാമത്തെ ഭാഷ, അല്ലദി ഹബത ബിഹി ആദം അലൈഹിസ്സലാമു മിനൽ ജന്ന, ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒന്നാമത്തെ ഭാഷ അറബിയൻ, അറബി ഭാഷയായിരുന്നു. ഇലാ അൻ ബഅദ വതാലൽ അഹ്ദു, ഒരുപാട് കാലം അത് തന്നെയായിരുന്നു. ഹുർരിഫ, പിന്നീട് അതിൽ മാറ്റത്തിരുത്തലുകൾ വന്നു. വസാറ സുറിയാനിയൻ, അങ്ങനെ അറബി ഭാഷ സുറിയാനി ഭാഷയായി മാറി എന്നാണ് അബ്ദുൽ മലിക് ബിൻ ഹബീബ് എന്ന് പറയുന്ന ആളുടെ അഭിപ്രായം റഹിമഹുല്ലാഹു. വൽ ബഅദുൽ ആഖർ യഖൂലൂൻ, ചിലര് ആളുകൾ പറയുന്നു, ഇതാണ് നമ്മൾ അധികവും കേട്ടിട്ടുള്ള ഒരു അഭിപ്രായം. എന്ത്? അവ്വലു മൻ തകല്ലമ ബിൽ അറബി, അറബി ഭാഷ ആദ്യമായിട്ട് സംസാരിച്ചത്, വനസിയ ലിസാന അബീഹി, തൻ്റെ പിതാവിൻ്റെ അതായത് മുൻഗാമികളുടെ ഭാഷ മറന്നു പോവുകയും ചെയ്ത ആദ്യത്തെ ആള് ഇസ്മായിൽ അലൈഹിസ്സലാമാണ് എന്ന്. ഉൽഹിമ ഇസ്മായിലു ഹാദൽ ലിസാൻ അൽ അറബി ഇൽഹാമൻ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ ഇൽഹാമിലൂടെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് അറബി ഭാഷ പഠിപ്പിക്കപ്പെടുകയായിരുന്നു എന്നാണ് ഇവരുടെ അഭിപ്രായം. വറദ ഫിൽ ഹദീസ് ഷരീഫ്, ഹദീസിൽ വന്നിട്ടുണ്ട്, അവ്വലു മൻ ഫതഖ ലിസാനുഹു ബിൽ അറബിയ്യത്തിൽ മുബയ്യന ഇസ്മായിൽ വഹുവ ഇബ്നു 14 സന, 14 വയസ്സാകുമ്പോൾ ആദ്യമായിട്ട് അറബി ഭാഷ സംസാരിച്ചത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ്. യുംകിനുൽ ജംഉ ബൈനഹുമ, ഈ രണ്ട് അഭിപ്രായത്തിൻ്റെയും ഇടയിൽ നമുക്ക് ജംഅ ചെയ്യാൻ കഴിയും. അതായത് രണ്ടും എതിരഭിപ്രായങ്ങളല്ല. എന്ത്? ബിഅന്ന ഹാദിഹിൽ ഫുസ്ഹ, ഇവിടെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, അതായത് ഇസ്മായിൽ നബിനെ കുറിച്ച് പറഞ്ഞ ആ അഭിപ്രായം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ബിഅന്ന ഹാദിഹിൽ ഫുസ്ഹ, സ്ഫുടമായ സ്പഷ്ടമായ അറബി ഭാഷയിൽ ആദ്യം സംസാരിച്ചത് ഇസ്മായിൽ അലൈഹിസ്സലാമാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. വതിൽക ഗൈറുഹ, അതിനു മുമ്പ് സംസാരിച്ചവരൊക്കെ സ്പഷ്ടമല്ലാത്ത അറബിയിലായിരുന്നു എന്ന് നമുക്ക് പറയാം. ഫകാന അവ്വലു മൻ തകല്ലമ ബിൽ ലുഗത്തിൽ അറബിയ്യത്തിൽ ഫുസ്ഹ. വൽ ബഅദുൽ ആഖർ, ഇനി പറയുന്ന അഭിപ്രായം, അതും നമ്മൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള മറ്റൊരു അഭിപ്രായമാണ്. യദ്ഹബൂന, അവർ അഭിപ്രായപ്പെടുന്നത് എന്താണ്? ഇലാ അൻ യഅറുബ് ഇബ്നു ഖഹ്താൻ എന്ന് പറയപ്പെടുന്ന ആള്, കാന അവ്വലു മൻ അഅറബ ഫി ലിസാനിഹി, തൻ്റെ ഭാഷയിൽ ആദ്യമായിട്ട് അറബി സംസാരിച്ചിരുന്നത് അയാളാണ്, യഅറുബ് ഇബ്നു ഖഹ്താൻ. ഇത് പരീക്ഷയ്ക്കൊക്കെ ചോദ്യം വരുന്നതാണ്. വതകല്ലമ ബിഹാദൽ ലിസാനിൽ അറബി, അദ്ദേഹം ഈ ഭാഷ സംസാരിച്ചു. ഫസുമ്മിയത്തിൽ ലുഗത്തു ബിസ്മിഹി, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരുകൊണ്ട് ഈ ഭാഷ വിളിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? യഅറുബ് ഇബ്നു ഖഹ്താൻ. അപ്പോൾ ഈ ഭാഷയുടെ പേര് അറബിയ എന്നായി മാറി എന്നാണ് ചില കൂട്ടർ പറയുന്നത്. വൽ ഫരീഖുൽ ആഖർ, മറ്റൊരു കൂട്ടർ പറയുന്നു, ഖുലില്ലാ അന്നഹു ലാ വജൂദ ലി ബറാഹീന ഇൽമിയ ഔ നഖലിയ സാബിത തർജുഹുൽ ബഅദ അലൽ ആഖർ. ഈ പറഞ്ഞ അഭിപ്രായങ്ങളിലൊക്കെ ഒന്നിനെ മറ്റൊന്നിനേക്കാൾ പ്രാമുഖ്യം കൊടുക്കാൻ നഖ്ലിയായോ ഇൽമിയായോ, അഥവാ നമ്മൾ കണ്ടുപിടിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഹദീസിൻ്റെയോ ഖുർആൻ്റെയോ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട യാതൊരുവിധ തെളിവുകളുമില്ല എന്നാണ് പറയുന്നത്. അല്ലാഹു അഅലം. ഫല്ലുഗത്തുൽ അറബിയ്യത്തു ഇൻ ശഅബത് മിൻ അറൂമത്തിൻ വാഹിദ, ഒരൊറ്റ ശാഖയിൽ നിന്നാണ് അറബി ഭാഷ ഉണ്ടായത്. വസബതത് ഫി അർദിൻ വാഹിദ, ഈ ഭൂമിയിൽ അത് സ്ഥിരപ്പെട്ടു. ഫലമ്മ ഖറജ സാമിയൂന മിൻ മഹ്ദിഹിം ലിതകാസുരി അദദിഹിം, സെമിറ്റിക് ആളുകൾ അവരുടെ എണ്ണത്തിൻ്റെ പെരുപ്പം കൊണ്ട് അവരുടെ ഭൂമിയിൽ നിന്ന് ലോകമാസകലം സഞ്ചരിച്ചപ്പോൾ ലുഗതഹുമുൽ അവ്വൽ ബിൽ ഇഖ്തിലാത്ത്, അവരുടെ ഭാഷ മറ്റതുമായി കളർന്നു. വസാദ ഹാദൽ ഇഖ്തിലാഫു ഇൻഖിതാഅ അസ്സില വതഅസീർ അൽബിഅ വതറാഖി الزമൻ ഹത്താ അസ്ബഹത് കുല്ല ലഹ്ജത്തിൻ മിൻഹാ ലുഗതൻ മുസ്തഖില്ല. അങ്ങനെ ഒരൊറ്റ ഭാഷ എന്തായി മാറി? പല ആളുകൾ പല നാട്ടിൽ ചെന്ന് പല രീതിയിൽ സംസാരിച്ചപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അതൊക്കെ സ്വന്തമായ മറ്റൊരു ഭാഷയായി തീർന്നു. ഇൻഷാ അല്ലാഹ് അതിന് ശേഷമുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ
നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖിറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.